Hey, hello, welcome back to another video. The all new Royal Enfield 100 350 2025 മോഡൽ ഒരു അപ്ഡേറ്റ് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ പ്രീവിയസ് മോഡലിന് വെച്ച് ഒത്തിരിയേറെ അപ്ഡേറ്റ് കാര്യങ്ങൾ ഈ ഒരു മോഡൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് വെരി യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഈ ഒരു മോഡൽ അപ്ഡേറ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൈസ് ചേഞ്ച് എന്തൊക്കെയാണ്, ഏതൊക്കെ മോഡൽസ് ആണുള്ളത് എന്നുള്ള ഡീറ്റെയിൽ നോക്കിയാലോ. ദെൻ ലെറ്റ്സ് ഗോ. അപ്പോൾ എന്നത്തെ പോലെ ഡിസൈൻ വൈസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പെയിൻറ്റ് സ്കീംസ് ആണ് ഇപ്പോൾ പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. അതിലൊന്ന് നമുക്ക് ടോക്കിയോ ബ്ലാക്ക് എന്ന് പറഞ്ഞാണ്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടോക്കിയോ ബ്ലാക്ക് ആണ്. ആൻഡ് ലണ്ടൻ റെഡ്, റിയോ വൈറ്റ് എന്ന് പറഞ്ഞ 2 കളർ വേരിയൻസും നിലവിൽ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു മോഡലിൻ്റെ ലുക്ക് വൈസ് പെട്ടെന്ന് നമുക്ക് എടുത്തു പറയാവുന്ന ഫ്രണ്ടിൽ വന്നിട്ടുള്ള LED ഹെഡ്ലൈറ്റ് സെക്ഷനാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ് ഹാരിജൻ ആയിരുന്നു. സോ ഈ ഒരു മോഡലിൽ വന്നപ്പോൾ LED ഹെഡ്ലൈറ്റ് സെക്ഷനാണ് നൽകിയിട്ടുള്ളത്. ആൻഡ് അതർ ഡിസൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായ ഒരു അപ്ഗ്രേഡ് കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. ആൻഡ് സ്പെസിഫിക്കേഷൻ വൈസ് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു മോഡലിൽ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എക്സോസ്റ്റ് കണ്ടാൽ അറിയാം, ആ ഒരു എക്സോസ്റ്റിൻ്റെ പൊസിഷൻ കാര്യങ്ങൾ ചേഞ്ച് ആക്കിയതുകൊണ്ട് തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ചുകൂടി അപ്പായിട്ടുണ്ട്. ഇപ്പോൾ 160 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. സോ അതൊരു നല്ലൊരു അപ്ഗ്രേഡ് ആയിരുന്നു. ആ ഒരു ചേഞ്ച് വരുത്തിയതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഇത്രയും ബെറ്റർ ആയിട്ടുണ്ട് ഈ ഒരു മോഡൽ. ആൻഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതൊരു മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾ തന്നെയാണ്. ആൻഡ് ടയറിൻ്റെ പോർഷനിലൊക്കെ നോക്കുകയാണെങ്കിൽ സെയിം ടയർ സൈസ് തന്നെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത് കേട്ടോ. ആൻഡ് സസ്പെൻഷൻ പോർഷനിലാണ് നെക്സ്റ്റ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഇപ്പോൾ പ്രീവിയസ് മോഡലിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ്വെയർ ആയിട്ടുള്ളൊരു സസ്പെൻഷനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ആൻഡ് ഫ്രണ്ട് സസ്പെൻഷനും റെയർ സസ്പെൻഷനും കുറച്ചുകൂടി സ്മൂത്തർ ആക്കാൻ അവർ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ റിയൽ ടൈം യൂസിൽ എത്രത്തോളം അത് എഫക്റ്റീവ് ആണെന്നുള്ളത് നമുക്കൊരു റൈഡിംഗ് റിവ്യൂ ചെയ്താൽ മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. എനിവേ അവർ ക്ലെയിം ചെയ്തിട്ടുള്ളതിൽ സസ്പെൻഷനിൽ ഒരു ചെറിയൊരു അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിനകത്തൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ള സീറ്റിൻ്റെ പോർഷനിലാണ്. കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുഷനോടുകൂടിയുള്ള സീറ്റാണ് നൽകിയിട്ടുള്ളത്. ലുക്ക് വൈസ് സ്പ്ലിറ്റ് സീറ്റ് ആയിട്ട് തോന്നുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈനൊക്കെ നൽകിയിട്ടുള്ളത്. പക്ഷേ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കിയിട്ടുണ്ട്. പ്രീവിയസ് മോഡലിൽ വെച്ചപ്പോൾ പിന്നെയാണ് അത്രത്തോളം ഒരു കംഫർട്ടബിൾ ആയിരുന്നില്ല ലോങ് റൈഡ് കാര്യങ്ങളിൽ. പക്ഷേ ഈ ഒരു മോഡലിലോട്ട് വന്നപ്പോൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുഷനിങ് ആണ് നൽകിയിട്ടുള്ളത് എന്നാണ് അവർ ക്ലെയിം ചെയ്തിട്ടുള്ളത്. ആൻഡ് മീറ്റർ കൺസോൾ പോർഷനിലാണ് നെക്സ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. നമുക്ക് നോർമലി വരുന്ന മീറ്റർ അനലോഗ് പ്ലസ് ഡിജിറ്റൽ ആണ്. സോ അത് അവിടെ തന്നെ ഉണ്ട്, അവിടെ യാതൊരു ചേഞ്ചും ഇല്ല. അഡീഷണൽ ആയിട്ട് നമുക്ക് ട്രിപ്പർ നാവിഗേഷൻ മീറ്റർ ഈ ഒരു മോഡലിൽ ആഡ് ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നമുക്ക് ആ ഒരു മാപ്പ് കാര്യങ്ങൾ ഇടുമ്പോൾ ആ ഒരു നാവിഗേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ഒരു ചെറിയൊരു മീറ്റർ കൺസോളിൽ നമുക്ക് ഡിസ്പ്ലേ ആവുന്നതാണ്. സോ അത് നല്ലൊരു ഫീച്ചറാണ് ലോങ് റൈഡ് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്. സോ അതാണ് മറ്റൊരു ചേഞ്ച് മീറ്ററിൻ്റെ പോർഷനിൽ നൽകിയിട്ടുള്ളത്. ടൈപ്പ് സി ചാർജിംഗ് പോർട്ടാണ് നൽകിയിട്ടുള്ളത്. നമുക്ക് ആ ഒരു ആ ഒരു ക്ലച്ച് പോർഷൻ വരുന്ന ഹാൻഡിൽ ബാറിൻ്റെ തൊട്ടു താഴെയായിട്ട് നമുക്ക് ചാർജിംഗ് പോർട്ട് അവൈലബിൾ ആണ്. നമുക്ക് ടൈപ്പ് സി ആണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു ചാർജിങ് ആണ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ലോങ് ട്രാവലിംഗ് ചെയ്യുന്നവർക്കൊക്കെ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ട് രീതിയിൽ തന്നെയാണ് ആ ഒരു ചാർജിംഗ് പോർട്ടിൽ അപ്ഗ്രേഡ് അവർ നൽകിയിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് നമുക്ക് ഹാൻഡിൽ പോർഷനിൽ തന്നെയാണ് കേട്ടോ. ഹാൻഡിൽ ബാർ കുറച്ചുകൂടി റേസ്ഡ് ആയിട്ട് നമുക്ക് ആ ഒരു റൈഡറിൻ്റെ പോർഷനിലോട്ട് വന്നിട്ടുണ്ട്. സോ ഈ ബ്രേക്കിങ്ങിൻ്റെ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്യുവൽ ചാനൽ ABS തന്നെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. ഫ്രണ്ടിൽ 300 mm ഡിസ്ക് ബ്രേക്കും ആൻഡ് റയർ പോർഷനിൽ നമുക്ക് 270 mm ഡിസ്കുമാണ് നൽകിയിട്ടുള്ളത്. അവിടെയൊന്നും യാതൊരു ചേഞ്ചും ഇല്ല. ഇനി എഞ്ചിൻ്റെ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 349 cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. മാക്സിമം പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ 20.2 PHP ആൻഡ് 27 Nm ടോർക്കുമാണ് ഈ ഒരു എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് മോഡലിൽ വെച്ച് നോക്കുമ്പോൾ എഞ്ചിനിൽ യാതൊരുവിധ അപ്ഡേറ്റോ അല്ലെങ്കിൽ വേറെ ട്യൂണിങ് ചേഞ്ചോ ഒന്നും വരുത്തിയിട്ടില്ല. സെയിം എഞ്ചിൻ തന്നെയാണ് ഈ ഒരു മോഡൽ നൽകിയിട്ടുള്ളത്. പക്ഷേ ഇനി ഗിയേഴ്സിൻ്റെ നോക്കുകയാണെങ്കിൽ 5 സ്പീഡ് ഗിയർ ബോക്സ് വിത്ത് അസിസ്റ്റൻറ്റ് സ്ലീപ്പർ ക്ലച്ചിൻ്റെ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡൽ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി സ്മൂത്തർ ആയിട്ടുള്ള ഒരു ക്ലച്ചും ആൻഡ് ഗിയർ ട്രാൻസ്മിഷനും നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നതായിരിക്കും. റോയൽ എൻഫീൽഡ് തന്നെ 350 സെഗ്മെൻറ്റിലെ വൺ ഓഫ് ദ ഫസ്റ്റ് മോഡൽ തന്നെയാണ് കേട്ടോ അസിസ്റ്റൻറ്റ് സ്ലീപ്പർ ക്ലച്ച് ഫീച്ചേഴ്സോടുകൂടി വരുന്നത് ഈ ഒരു 100 350 തന്നെയാണ്. സോ അതൊരു ബെറ്റർ അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് തോന്നി. ഇനി നെക്സ്റ്റ് ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളത് നമ്മൾ ഹാൻഡിൽ ബാറിൻ്റെ പോർഷനിലാണ് കേട്ടോ. സോ ഹാൻഡിൽ ബാറിൻ്റെ പൊസിഷൻ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി റൈഡറിൻ്റെ പോർഷനിലോട്ട് സ്ലൈറ്റ്ലി ഒന്ന് റേസ് ചെയ്ത രീതിയിലാണ് ഹാൻഡിൽ പോർഷൻ വന്നിട്ടുള്ളത്. സോ ഒരു ബെറ്റർ ആയിട്ടുള്ള റൈഡിങ് സ്റ്റാൻസും അതുപോലെ ഒരു കൺട്രോളിങ് എല്ലാം ഈ ഒരു ചേഞ്ചിലൂടെ നമുക്ക് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. സോ ഇത്രയൊക്കെയാണ് മെയിനായിട്ടും 100 350 വരുത്തിയിട്ടുള്ള ചേഞ്ചസ്. സോ ബാക്കി എല്ലാ ഫീച്ചേഴ്സും നമ്മൾ പ്രീവിയസ് മോഡലിൽ കണ്ട ആ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. ഈവൻ ടയർ സൈസ് ആണെങ്കിലും അതുപോലെ ബ്രേക്കിങ്ങിൻ്റെ പോർഷനാണെങ്കിലും യാതൊരു അപ്ഗ്രേഡ് ഒന്നും വരുത്തിയിട്ടില്ല. സോ സെയിം ആ ഒരു സ്പെസിഫിക്കേഷൻസ് തന്നെയാണ് ഈ ഒരു മോഡലും കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നൽകിയിട്ടുള്ള ഒരു അപ്ഗ്രേഡൊക്കെയും അത്യാവശ്യം നല്ല നീറ്റ് ആയിട്ടുള്ള അപ്ഗ്രേഡ്സ് തന്നെയാണ് കേട്ടോ. കാരണം യൂസേഴ്സിന് കുറച്ചുകൂടിയും യൂസ്ഫുൾ ആവുന്ന രീതിയിലും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഒപ്പീനിയൻസ് എല്ലാം കൺസിഡർ ചെയ്ത രീതിയിലാണ് ഈ ഒരു അപ്ഗ്രേഡൊക്കെ അവർ നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു മോഡലിൻ്റെ പ്രൈസിങ്ങിൻ്റെ പോർഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസ് മോഡലിന് വരുന്ന 1.49 lakhs ആണ് എൻ്റെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നത്. ആൻഡ് എൻ്റെ മിഡ് വേരിയൻറ്റിന് വരുന്നത് 1.76 lakhs ആണ് വരുന്നത്. ഇതിനൊരു ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 1.82 lakhs ആണ് എൻ്റെ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ.
സോ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പ്രൈസിങ് രീതികൾ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ എല്ലാ ഷോറൂംസിലും ഈ ഒരു മോഡലിൽ അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് റോയൽ എൻഫീൽഡ് 100/350 ഒരു അപ്ഗ്രേഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു അപ്ഗ്രേഡ് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ദെൻ. ബൈ.